ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ടാക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് വീക്ക് ഡേയ്സ്, ഡേ ടൈംസ് ആൻഡ് മന്ത്സ്. ഇതെങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഏത് നോക്കാം? വീക്ക് ഡേയ്സ് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഏതൊക്കെയാണ് വീക്ക് ഡേയ്സ്. 7 വീക്ക് ഡേയ്സ് ആണുള്ളത്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് 1 by 1 ആയിട്ട് ജർമ്മനിൽ പറയുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് വീക്ക് ഡേ വരുന്നത് സൺഡേ ആണ്. സൺഡേക്ക് നമ്മൾ ജർമ്മനിൽ പറയുന്നത് സോൺടാഗ്. സോൺടാഗ്, സൺഡേ. ഓക്കെ, സോൺടാഗ്. ടാഗ് എന്ന് പറഞ്ഞ മീനിങ് വരുന്നത് ഡേ എന്നാണ്. സോ സോൺടാഗ്, സൺഡേ. ഓക്കെ, ദെൻ അടുത്ത ഏതാണ്? മൺഡേ. മൺഡേ നമ്മൾ പറയുന്നത് മോൺടാഗ്. മോൺടാഗ്. ദെൻ സൺഡേ, മൺഡേ എങ്ങനെ പറയും? സോൺടാഗ്, മോൺടാഗ്. ദെൻ ട്യൂസ്ഡേ. ട്യൂസ്ഡേക്ക് നമ്മൾ പറയുന്നത് ഡീൻസ്ടാഗ്. ഡീൻസ്ടാഗ്. സോൺടാഗ്, മോൺടാഗ്, ഡീൻസ്ടാഗ്. ദെൻ വെനസ്ഡേ. വെനസ്ഡേക്ക് നമ്മൾ പറയുന്നത് മിറ്റ്വോch. മിറ്റ്വോch. ഓക്കെ, മിറ്റേ മീൻസ് എന്താണ്? മിഡിൽ എന്നാണ് മീനിങ്. അതേപോലെ വൊഹെ എന്ന് പറഞ്ഞ വീക്ക് എന്നാണ് മീനിങ്. സോ മിറ്റ്വോch, അതായത് വീക്ക് ഡേയ്സിലെ ഏറ്റവും മിഡിൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് നമുക്കറിയാം മിറ്റ്വോch, അതായത് വെനസ്ഡേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. സോ അതാണ് മിറ്റ്വോch. ദെൻ അടുത്ത ഏതാണ്? തേഴ്സ്ഡേ. തേഴ്സ്ഡേക്ക് നമ്മൾ എന്താ പറയുന്നത്? ഡോണർസ്റ്റാഗ്. ഡോണർസ്റ്റാഗ്. ദെൻ ഫ്രൈഡേ. ഫ്രൈഡേ നമ്മൾ പറയുന്നത് ഫ്രൈടാഗ്. ഫ്രൈടാഗ്. ദെൻ സാറ്റർഡേ നമ്മൾ പറയുന്നത് സാംസ്റ്റാഗ്. സാംസ്റ്റാഗ്. ഓക്കെ, സോ ഇത്രയാണ് വീക്ക് ഡേയ്സ് വരുന്നത്. നമുക്ക് ഓരോന്നും ആദ്യം തൊട്ട് ഒന്നും കൂടെ നോക്കാം. സോൺടാഗ്, മോൺടാഗ്, ഡീൻസ്റ്റാഗ്, മിറ്റ്വോch, ഡോണർസ്റ്റാഗ്, ഫ്രൈടാഗ്, സാംസ്റ്റാഗ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വീക്ക് ഡേയ്സ് വരുന്നത്. സോ ഇതിന്റെ എല്ലാം നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ജർമ്മൻ ലാംഗ്വേജിലുണ്ട്. സോ ആർട്ടിക്കിൾ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പ്രോപ്പർ വീഡിയോ നമ്മൾ ചെയ്യും. സോ അതിന്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും അതായിട്ടും. അപ്പൊ നമുക്ക് ഓരോ നൗണിന്റെ കൂടെയും ഒരു പ്രോപ്പർ ആർട്ടിക്കിൾ വരണം. അതായത് നമ്മളെ ബെസ്റ്റ് ആർട്ടിക്കിൾ ഓർ ഡെഫിനറ്റ് ആർട്ടിക്കിൾ. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിളേ ഉള്ളൂ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ജർമ്മൻ 4 ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. ദർ, ദി, ദസ്, ദി. ഓക്കെ, അതായത് മസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ, പ്ലൂറൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. സോ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ഈ വീക്ക് ഡേയ്സിന്, അതായത് സോൺടാഗ്, മോൺടാഗ്, ഡീൻസ്റ്റാഗ് എന്ന് പറയുന്ന ഈ വീക്ക് ഡേയ്സിന്റെ എല്ലാ ആർട്ടിക്കിൾ വരുന്നത് ദർ എന്നാണ്. ഓക്കെ, മസ്കുലിൻ ആർട്ടിക്കിൾ ആണ് വീക്ക് ഡേയ്സിന് വരുന്നത്. എങ്ങനെയാ അപ്പൊ വരും? ദർ സോൺടാഗ്, ദർ മോൺടാഗ്, ദർ ഡീൻസ്റ്റാഗ്, ദർ മിറ്റ്വോch, ദർ ഡോണർസ്റ്റാഗ്, ദർ ഫ്രൈടാഗ്, ദർ സാംസ്റ്റാഗ്. ഓക്കെ, സോ ഇതാണ് വീക്ക് ഡേയ്സ്.